ഹലോ ഗൈസ്, ഹാപ്പി ഓണം ടു ഓൾ. സോ ഇന്ന് തിരുവോണ ദിവസമാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇപ്രാവശ്യം ഓണം ഇല്ല. പക്ഷെ എന്നാലും നമ്മൾ ഇന്ന് തിരുവോണം ആയതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇന്ന് ജസ്റ്റ് ഡ്രസ്സൊക്കെ ചെയ്ത് അമ്മ വീട്ടിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനൊരു കുട്ടി ഓണം വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് എഴുന്നേറ്റേ ഉള്ളൂ രാവിലെ. ഇനി താഴെ പോയിട്ട് കുളിക്കണം എന്നുണ്ട്. അപ്പം ഒന്നില്ലെങ്കിൽ ആദ്യം തന്നെ കുളിക്കും, അല്ലെങ്കിൽ താഴെ പോയിട്ട് ഫുഡ് കഴിക്കണം. എന്ത് വേണം തീരുമാനിച്ചിട്ടില്ല. താഴെ പോയിട്ട് അമ്മയുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അങ്ങനെ നല്ലൊരു ദിവസമായിട്ട് വെറുതെ ചീത്ത വെക്കണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് വേഗം തന്നെ പോയിട്ട് കുളിച്ചു. ഇനിയിപ്പോൾ താഴെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓക്കെ. അപ്പോൾ ഇന്ന് കഴിക്കാൻ നമുക്ക് ദോശയും ചമ്മന്തി പിന്നെ പഴവും ഉണ്ട് കേട്ടോ. അപ്പം നമുക്കത് കഴിക്കാം. അപ്പോൾ ഇത് മുടിയെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇത് പയ്യെ റെഡി ആയിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വേണം ഇറങ്ങാനായിട്ട്. അപ്പം ഇനി മുടി സെറ്റ് ചെയ്തിട്ട് കാണാം. അപ്പം ഇനി ഇതേ മുടിയെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ അതെ, ഇതാണ് ഫൈനൽ ലുക്ക്. റെഡിയായി. അതെ, അമ്മ വരുന്നുണ്ട്. ടടൻ ടടൻ ടട. ഇനി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. പറ്റുമെങ്കിൽ ഒരു വീഡിയോ എടുക്കണം. എന്നിട്ട് ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ പോകും. ഓക്കെ. എന്താ രസമുണ്ടോ? ഗംഭീരായ. അപ്പോൾ അത് എല്ലാവരും റെഡിയായി കഴിഞ്ഞു. നേരെ അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തവണ നമുക്കങ്ങനെ ഓണമൊന്നും ഇല്ല. അതുകൊണ്ടാണ് പൂക്കളൊന്നും ഇടാത്ത, ഓണക്കോട്ട് എടുക്കലൊന്നും ഇല്ല. പക്ഷേ ഇതിപ്പം 2-3 ദിവസം മുന്നേ പോയി മേടിച്ചൊരു ധാവണയാണ് കേട്ടോ. എന്തോ ഒരു കൊതി തോന്നി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മേടിച്ചതാണ്. പക്ഷേ എല്ലാ കൊല്ലവും ഞാൻ അമ്മയ്ക്ക് വെച്ചിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് മേടിച്ച് കൊടുക്കാറുണ്ട്, ഓണക്കോടി. അപ്പോൾ അതുപോലെ ഇപ്രാവശ്യം ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് അവർക്ക് അറിയില്ല. കാരണം ഇപ്രാവശ്യം അങ്ങനെയൊന്നും വേണ്ട എന്നുള്ളൊരു പ്ലാനായിരുന്നു മൊത്തത്തിൽ. പക്ഷെ മേടിച്ചു, നൈസായിട്ട് പോയിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അവർക്ക് കൊടുക്കാൻ പോകും. അപ്പോൾ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ ഇതായിട്ട് പോവുകയാണ്. ആദ്യം അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുക, കാരണം അച്ഛൻ റെഡി ആവണേ ഉള്ളൂ. ഓക്കെ. ഹാപ്പി ആണോ? എന്താ ഒരു മാതിരി റിയാക്ഷനൊക്കെ. എന്തേ? താങ്ക് യു. ഇഷ്ടപ്പെട്ടോ? നന്നായിട്ടുണ്ട്. ടൺ 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 ടൺ. ഹാപ്പി ആണോ? വെൽക്കം. ഇഷ്ടപ്പെട്ടോ? ധാരാളമാണോ? ആ, കൊള്ളാം കൊള്ളാം. അപ്പൊ ഇതേ നമ്മള് നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇനി അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളാണ്. അച്ഛാ ഓ വേണ്ട അച്ഛാ. എങ്ങനെയുണ്ട്?
ഷാജിമാമ നോക്കിക്കണു. അമ്മ എങ്ങനെയുണ്ട്? അതിപ്പോഴൊക്കെ പോകുന്നല്ല, കുഞ്ഞു കുട്ടിയമ്മതിന് ക്ലാസ്സിൽ കഴിക്കില്ല. പാലട പായസം. എത്രാമത്തെ ക്ലാസ്സിലേക്ക് കുടിച്ചിട്ട് എങ്ങനെയുണ്ട് പറയും? സൂപ്പർ. അങ്ങനെ നമ്മൾ എത്രാമത്തെ സദ്യ? മൂന്നാമത്തെ സദ്യ. ഈ ഓണത്തിന് ഏറ്റവും കൂടുതൽ സദ്യ കഴിച്ച് നമ്മളല്ലേ. അതെ അതെ. അച്ഛാ ആ പഴമുഴുകിയതാണോ തുടങ്ങണേ? ചോറ് സദ്യയിലും കഴിക്കുമ്പോ ഉഷാറായി വരുന്നുണ്ട് ആൾക്കാർ. അമ്മായിയേ ഒഴിച്ചോളാ. സാമ്പാർ എടുക്ക. നമ്മള് ഇതെന്തിനുള്ള അടി? ചിക്കൻ കറിക്ക് അല്ലേ? മതി. അവൻ എന്തുണ്ടാക്കണ കേക്കട്ടെ. എന്തുണ്ടാക്കണേ? ചിക്കൻ വെന്താലോ. എന്തായാലും ഇവിടെ ഇരുന്ന് ഇളക്കുവായിരുന്നോ? എന്താ ഉണ്ടാക്കണ അറിയോ? അറിയില്ല. മാവിടെ സ്പെഷ്യൽ റെസിപ്പി അത്ര. ഇളക്കാൻ പറഞ്ഞു, ഞാൻ ഇളക്കി. അമ്മയും അമ്മായും കൂടി നിന്ന് ഇളക്കുവാണോ ഇവിടെ? മാമ എന്ത് ഇളക്കണേ? മസാല. ഷീജ ലാസ്റ്റ് നമ്മള് ചിക്കൻ കറിയില് ഉള്ളി. ശരി, ഷാജിമാമയുടെ സ്വന്തം വിന്താലു. ഷാജിമാമയുടെ വിന്താലു കേട്ടോ. മാമ ബായ്. ഇനി നമ്മൾ എന്ന് കാണും? ബായ്. അച്ഛൻ വരുന്നില്ലേ? കുറച്ച് വയറ് കുറച്ചു കേട്ടോ. അശ്ശോ